ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് ബോക്സ് ഓഫീസ് മെമ്മറീസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 1988 മുതൽ 1995 വരെയുള്ള വർഷങ്ങളിൽ റിലീസ് സെന്ററിൽ 100 ദിവസം പ്രദർശിപ്പിച്ച ജയറാം അഭിനയിച്ച ചിത്രങ്ങളെക്കുറിച്ചുള്ള വിശകലനങ്ങളാണ്. 88 മുതൽ 95 വരെയുള്ള 8 വർഷത്തെ കാലയളവിൽ ജയറാമിൻ്റെതായി ആകെ വെറും 6 ചിത്രങ്ങൾ മാത്രമാണ് റിലീസ് സെന്ററുകളിൽ 100 ദിവസം പ്രദർശിപ്പിച്ചത്. ജയറാം നായകനായി എത്തിയ ചിത്രങ്ങൾ മാത്രമാണ് ഈ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി ഏതൊക്കെയാണ് റിലീസ് സെന്ററിൽ 100 ദിവസം പ്രദർശിപ്പിച്ച ജയറാം ചിത്രങ്ങൾ എന്ന് നോക്കാം. 1988 ജയറാമിൻ്റെതായി ഒരു ചിത്രം പോലും 100 ദിവസം പ്രദർശിപ്പിച്ചില്ല. 1989 2 ജയറാം ചിത്രങ്ങളാണ് 100 ദിവസം പ്രദർശിപ്പിച്ചത്. ജയറാം നായകനായി അഭിനയിച്ച് ആദ്യമായി 100 ദിവസം പ്രദർശിപ്പിച്ച മലയാള ചിത്രമായിരുന്നു ജൂൺ 16 തിയേറ്ററുകളെത്തിയ പെരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ. കമൽ രഞ്ജിത്ത് കൂട്ടുകെട്ടിലിറങ്ങിയ ഈ മുഴുനീള കോമഡി ചിത്രത്തിൽ മലയാളത്തിലെ അക്കാലത്തെ ഒട്ടുമിക്ക കോമഡി താരങ്ങളും അണിനിരന്നിരുന്നു. 15 സെന്ററുകളിലാണ് ഈ ചിത്രം റിലീസ് ചെയ്തത്. പ്രമേയത്തിലെയും അവതരണത്തിലെയും വ്യത്യസ്തത കൊണ്ട് ഏറെ ശ്രദ്ധ നേടിയ ഈ ചിത്രം അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ ഇരുകൈ നീട്ടി സ്വീകരിച്ചു. കാസിൽ പ്രൊഡക്ഷൻസ് നിർമ്മിച്ച ഈ ചിത്രം മികച്ച കളക്ഷനിൽ കുടുംബ പ്രേക്ഷകരുടെ പിന്തുണയോടെ ബോക്സ് ഓഫീസിൽ സൂപ്പർ ഹിറ്റ് വിജയം കരസ്ഥമാക്കി. ഒരു സെന്ററിൽ ഈ ചിത്രം 100 ദിവസം പിന്നിട്ടു. എറണാകുളത്തായിരുന്നു ഈ ചിത്രം 100 ദിവസം പിന്നിട്ടത്. മോഹൻലാൽ അതിഥി താരമായി വേഷമിട്ട ഈ ചിത്രത്തിൽ ജഗതി ശ്രീകുമാർ, ഇന്നസെന്റ്, PC ജോർജ്, സിദ്ദിഖ്, ജഗദീഷ് തുടങ്ങി വമ്പൻ താരനിര തന്നെ ഉണ്ടായിരുന്നു. ജയറാമിന്റെ കരിയറിലെ തന്നെ ആദ്യത്തെ 100 ദിവസം പിന്നിട്ട മലയാള ചിത്രമായിരുന്നു പെരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ. ജയറാം നായകനായി അഭിനയിച്ച് 100 ദിവസം പ്രദർശിപ്പിച്ച അടുത്ത ചിത്രമായിരുന്നു മഴവിൽ കാവടി. 89 നവംബർ മാസം 9-ാം തീയതി തിയേറ്ററുകളെത്തിയ ഈ ചിത്രം ഒരു ഫാമിലി കോമഡി എന്റർടൈനർ കാറ്റഗറിയിലുള്ള ചിത്രമായിരുന്നു. 11 സെന്ററുകളിലാണ് മഴവിൽ കാവടി റിലീസ് ചെയ്തത്. കുടുംബ പ്രേക്ഷകരുടെ സംവിധായകൻ സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത ഈ ഗ്രാമീണ നർമ്മലം തുളുമ്പുന്ന ചിത്രം ഫാമിലി കോമഡി എന്റർടൈനർ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർക്ക് ഏറെ സംതൃപ്തി നൽകി. അതുകൊണ്ട് തന്നെ ബോക്സ് ഓഫീസിൽ തരക്കേടില്ലാത്ത കളക്ഷൻ നേടിയെടുത്ത മഴവിൽ കാവടി സാമ്പത്തികമായി വിജയം കൊയ്ത് ഹിറ്റ് സ്റ്റാറ്റസ് നേടിയെടുത്ത ചിത്രമായിരുന്നു. പഴനിയുടെ പശ്ചാത്തലത്തിലൊരുക്കിയ ഈ ചിത്രത്തിൽ സിതാരയും ഉർവശിയുമായിരുന്നു ജയറാമിന്റെ നായികമാരായി എത്തിയത്. ഇന്നസെന്റ്, മാമുക്കോയ, കരമന ജനാർദ്ദൻ നായർ, ശങ്കരാടി, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, ഫിലോമിന തുടങ്ങി നിരവധി താരങ്ങൾ ഈ ചിത്രത്തിൽ അണിനിരന്നിരുന്നു. ഒരു സെന്ററിലാണ് ഈ ചിത്രം 100 ദിവസം പ്രദർശിപ്പിച്ചത്. കോക്കേഴ്സ് ഫിലിംസ് നിർമ്മിച്ച ഈ ചിത്രത്തിൽ ജോൺസൺ സംഗീത സംവിധാനം നിർവഹിച്ച എല്ലാ ഗാനങ്ങളും മികച്ച ജനപ്രീതി നേടിയെടുത്ത ഗാനങ്ങളായിരുന്നു. ഉർവശിക്ക് 1989 മികച്ച നടിക്കുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിക്കൊടുത്ത ചിത്രം കൂടിയായിരുന്നു മഴവിൽ കാവടി. രഘുനാഥ് പല്ലേരിയായിരുന്നു ഈ ചിത്രത്തിന്റെ കഥാതിരക്കഥാ സംഭാഷണം ഒരുക്കിയത്. 1990 2 ജയറാം ചിത്രങ്ങളാണ് 100 ദിവസം പ്രദർശിപ്പിച്ചത്. ജയറാം നായകനായി അഭിനയിച്ച് 100 ദിവസം പ്രദർശിപ്പിച്ച മൂന്നാമത്തെ ചിത്രമായിരുന്നു മെയ് 4 തിയേറ്ററുകളിലെത്തിയ ഇന്നലെ. സുരേഷ് ഗോപി, ജയറാം, ശോഭന എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി പത്മരാജൻ സംവിധാനം ചെയ്ത ഈ ചിത്രം ഒരു ഫാമിലി ഡ്രാമ കാറ്റഗറിയിലുള്ള ചിത്രമായിരുന്നു. 10 സെന്ററുകളിലാണ് ഇന്നലെ റിലീസ് ചെയ്തത്. ബസ് അപകടത്തിൽ ഓർമ്മ നഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയുടെ ജീവിതകഥയെ അടിസ്ഥാനമാക്കിയെടുത്ത ഈ ചിത്രം കുടുംബ പ്രേക്ഷകരുടെ ഇടയിൽ തരക്കേടില്ലാത്ത ചിത്രമെന്ന അഭിപ്രായം നേടി. അതുകൊണ്ട് തന്നെ ബോക്സ് ഓഫീസിൽ ആവറേജ് വിജയം നേടിയ ചിത്രമായിരുന്നു ഇന്നലെ. പത്മരാജൻ തന്നെ കഥാതിരക്കഥാ സംഭാഷണം ഒരുക്കിയ ഈ ചിത്രം ABR പ്രൊഡക്ഷൻസ് ആയിരുന്നു നിർമ്മിച്ചത്. ഈ ചിത്രം തിരുവനന്തപുരം ശ്രീകുമാർ ശ്രീവിശ കോംപ്ലക്സിൽ ആണ് 100 ദിവസം പിന്നിട്ടത്. ഒരു ഷോയിലായിരുന്നു ഈ ചിത്രം തിരുവനന്തപുരം ശ്രീവിശാഖിൽ 100 ദിവസം പിന്നിട്ടത്. ശ്രീവിദ്യ, ജഗതി ശ്രീകുമാർ, ഇന്നസെന്റ്, സുധാകരൻ, ക്യാപ്റ്റൻ രാജു, ശ്രീനാഥ് തുടങ്ങിയവർ പ്രധാനപ്പെട്ട വേഷങ്ങൾ കൈകാര്യം ചെയ്ത ഈ ചിത്രത്തിന്റെ സംഗീത സംവിധാനം പെരുമ്പാവൂർ G രവീന്ദ്രനാഥായിരുന്നു നിർവഹിച്ചിരുന്നത്. ജയറാം നായകനായി അഭിനയിച്ച് 100 ദിവസം പ്രദർശിപ്പിച്ച അടുത്ത ചിത്രമായിരുന്നു ജയറാമും ശ്രീനിവാസനും ഒരുമിച്ച് 1990 ഓണത്തിനോടനുബന്ധിച്ച് ഓഗസ്റ്റ് 31 തിയേറ്ററുകളിലെത്തിയ തലയണ മന്ത്രം. മുദ്ര ആർട്സിന്റെ ബാനറിൽ സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത ഈ ചിത്രത്തിന് ശ്രീനിവാസനായിരുന്നു കഥാതിരക്കഥാ സംഭാഷണം ഒരുക്കിയത്. 18 സെന്ററുകളിലാണ് ഈ ചിത്രം റിലീസ് ചെയ്തത്. കുടുംബ ചിത്രങ്ങളുടെ സംവിധായകൻ നർമ്മത്തിന്റെ മേമ്പൊടിയിൽ റിയലിസ്റ്റിക്കായി എടുത്ത ഈ ചിത്രം കുടുംബ പ്രേക്ഷകർ ഒന്നടങ്കം ഏറ്റെടുത്ത ഓണച്ചിത്രമായിരുന്നു. എറണാകുളം ലുലു തിയേറ്ററിലാണ് ഈ ചിത്രം 100 ദിവസം പിന്നിട്ടത്. ഉർവശിയും പാർവതിയും നായികമാരായി എത്തിയ ഈ ചിത്രത്തിൽ KPS ലളിത, സുകുമാരി, ശങ്കരാടി, ഇന്നസെന്റ്, മാമുക്കോയ, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ തുടങ്ങി നിരവധി താരങ്ങൾ അണിനിരത്തിയിരുന്നു. ജോൺസൺ സംഗീത സംവിധാനം നിർവഹിച്ച മനോഹരമായ ഗാനങ്ങളും ചിത്രത്തിന്റെ വിജയത്തിന്
നിർണായകമായ പങ്ക് വഹിച്ചു. 1991-ലും 92-ലും ഒരു ജയറാം ചിത്രം പോലും 100 ദിവസം പ്രദർശിപ്പിച്ചില്ല. 1993-ൽ ഒരു ചിത്രം 100 ദിവസം പ്രദർശിപ്പിച്ചു. ജയറാം നായകനായി അഭിനയിച്ച് 100 ദിവസം പ്രദർശിപ്പിച്ച അടുത്ത ചിത്രമായിരുന്നു മേലെ പറമ്പിൽ ആൺവീട്. ഒക്ടോബർ 15-ാം തീയതി റിലീസ് ചെയ്ത ഈ ചിത്രം OK പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ മാണി സി കാപ്പൻ നിർമ്മിച്ച് രാജസേനൻ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു. 15 സെന്ററുകളിലാണ് മേലെ പറമ്പിൽ ആൺവീട് റിലീസ് ചെയ്തത്. നർമ്മത്തിന് പ്രാധാന്യം നൽകിയെടുത്ത ഈ കുടുംബ ചിത്രത്തിൽ ജയറാമിന്റെ നായികയായി എത്തിയത് ശോഭനയായിരുന്നു. കുടുംബ പ്രേക്ഷകരുടെ ഗംഭീര പിന്തുണയിൽ സൂപ്പർ ഹിറ്റ് വിജയം കൈവരിച്ച ഈ ചിത്രം ഒരു സൂപ്പർ സ്റ്റാർ ചിത്രം നേടുന്ന കളക്ഷനായിരുന്നു അക്കാലത്ത് നേടിയിരുന്നത്. 2 സെന്ററുകളിലാണ് ഈ ചിത്രം 100 ദിവസം പിന്നിട്ടത്. ജയറാമിന്റെ അതുവരെയുള്ള കരിയറിലെ തന്നെ ഏറ്റവും വലിയ ഹിറ്റുകളിലൊന്നായി മാറിയ മേലെപ്പറമ്പിൽ ആൺവീടിന്റെ സംഗീത സംവിധാനം ജോൺസൺ ആയിരുന്നു നിർവഹിച്ചിരുന്നത്. നരേന്ദ്രപ്രസാദ് പ്രധാനപ്പെട്ട ഒരു വേഷത്തിലെത്തിയ ഈ ചിത്രത്തിൽ വിജയരാഘവൻ, ജനാർദ്ദനൻ, ജഗതി ശ്രീകുമാർ, വിനു ചക്രവർത്തി, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, മീന തുടങ്ങിയവരായിരുന്നു മറ്റ് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ജോൺസന്റെ സംഗീത സംവിധാനത്തിൽ ഒരുങ്ങിയ മികച്ച ഗാനങ്ങൾ ചിത്രത്തിന് വിജയത്തിന് മാറ്റുകൂട്ടി. 1994-ൽ ഒരു ചിത്രം പോലും 100 ദിവസം പ്രദർശിപ്പിച്ചില്ല. 1995-ൽ ജയറാമിൻ്റെതായി ഒരു ചിത്രം 100 ദിവസം പ്രദർശിപ്പിച്ചു. ജയറാം നായകനായി അഭിനയിച്ച് 100 ദിവസം പ്രദർശിപ്പിച്ച അടുത്ത ചിത്രമായിരുന്നു ജനുവരി 12-ാം തീയതി തിയേറ്ററുകളിലെത്തിയ അനിയൻ ബാവ ചേട്ടൻ ബാവ. രാജസേനൻ സംവിധാനം ചെയ്ത ഈ കോമഡി ഫാമിലി എന്റർടൈനർ ഗംഭീര മൗത്ത് പബ്ലിസിറ്റിയുടെ പിൻബലത്തിൽ അഭൂതപൂർവമായ വിജയമായിരുന്നു അക്കാലത്ത് കരസ്ഥമാക്കിയത്. അതുകൊണ്ട് തന്നെ എല്ലാ റിലീസിംഗ് കേന്ദ്രങ്ങളിലും മികച്ച പ്രതികരണം നേടിയെടുത്ത അനിയൻ ബാവ ചേട്ടൻ ബാവ ബോക്സ് ഓഫീസിൽ സൂപ്പർ ഹിറ്റ് സ്റ്റാറ്റസ് ആയിരുന്നു നേടിയത്. 16 സെന്ററുകളിലാണ് അനിയൻ ബാവ ചേട്ടൻ ബാവ റിലീസ് ചെയ്തത്. കസ്തൂരിയും സംഗീതയും നായികമാരെ എത്തിയ ഈ ചിത്രത്തിൽ രാജൻ ബി ദേവ്, നരേന്ദ്രപ്രസാദ്, പ്രേംകുമാർ, ഇന്ദ്രൻസ് തുടങ്ങിയവരായിരുന്നു പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ഈ ചിത്രം തിരുവനന്തപുരത്താണ് 100 ദിവസം പ്രദർശിപ്പിച്ചത്. തിരുവനന്തപുരം ശ്രീകുമാർ ശ്രീവിശ കോംപ്ലക്സിൽ ഈ ചിത്രം 100 ദിവസം പ്രദർശിപ്പിച്ചു. ജയറാമിന്റെ കരിയറിന് മികച്ച മൈലേജ് നേടിക്കൊടുത്ത അനിയൻ ബാവ ചേട്ടൻ ബാവ എന്ന ചിത്രത്തിന്റെ കഥാ സംഭാഷണം റാഫി മെക്കാട്ടായിരുന്നു നിർവഹിച്ചിരുന്നത്. ആകെ സമ്മറി നോക്കുമ്പോൾ 88 മുതൽ 95 വരെയുള്ള 8 വർഷങ്ങളിൽ 100 ദിവസം പിന്നിട്ട 6 ജയറാം ചിത്രങ്ങളിൽ 4 ചിത്രങ്ങൾ സൂപ്പർ ഹിറ്റ് സ്റ്റാറ്റസ് നേടിയപ്പോൾ ഒരു ചിത്രം ഹിറ്റ് സ്റ്റാറ്റസ് നേടി, ഒരു ചിത്രം ആവറേജ് വിജയം കൈവരിച്ചു. ഇത്രയുമാണ് 100 ദിവസം പ്രദർശിപ്പിച്ച ജയറാം നായകനായ ചിത്രങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. 88 മുതൽ 95 വരെയുള്ള കാലഘട്ടങ്ങളിൽ വീഡിയോ ഇഷ്ടമായവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. മറ്റൊരു വിഷയമായി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.